എന്തുകൊണ്ടാണ് KPSC ഇന്നും ഈ ഗാനം അവതര ഗാനമാക്കിയത് എന്നിപ്പം മനസ്സിലാക്കി കാണും. വളരെ സന്തോഷം. ഒരു വാക്ക്, PK ഗോപി സാറിനെ എനിക്ക് ആകാശവാണി വഴിയാണ് കൂടുതൽ പരിചയം. നേരിട്ട് കാണുന്നതിന് മുമ്പ് അദ്ദേഹം അയച്ചു തരുന്ന സ്ക്രിപ്റ്റുകളും അല്ലെങ്കിൽ റേഡിയോയിൽ കൂടെ കേട്ടിട്ടുള്ള ലളിതഗാനങ്ങളും കേട്ടാണ് കൂടുതൽ പരിചയം. എന്തായാലും സാറിനെ ഇന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുതന്നെ ലീലാകൃഷ്ണൻ സാറിന് പിന്നെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ, ഈ പാട്ടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടെയാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ മുന്നിൽ എനിക്ക് പാടാൻ കഴിഞ്ഞത്. താങ്ക് യു സർ. കവിതയായിരുന്നു പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ്റെ തട്ടകം. എങ്കിലും സൗഹൃദങ്ങളുടെ ബന്ധത്തിൽ ചില ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവിടെ ആലങ്കോട് സാറ് പറഞ്ഞ ആ ഒരു ഗാനം അപർണ രാജീവ് ആലപിക്കുന്നു. പിന്നണി ഗായികയാണ് എന്നുള്ളത് ഒരു കാര്യം. അതുകൂടാതെ ഇപ്പോൾ മലയാളത്തിന് ഒരുപാട് പരിചിതമല്ലാത്ത ഗസൽ ഗാനശാഖയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഗായിക കൂടിയാണ് അപർണ രാജീവ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, മലയാളത്തിൻ്റെ പ്രിയ കവി നമ്മുടെ പ്രിയപ്പെട്ട ONV സാറിൻ്റെ കൊച്ചുമകളാണ്. രാജീവൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഗായികയാണ് അപർണ രാജീവ്. MB ശ്രീനിവാസൻ സംഗീതം നൽകി ശിവതാണ്ഡവം എന്ന ചിത്രത്തിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എഴുതിയ അന്തിമയങ്ങിയില്ല എന്നുള്ള ഗാനമാണ് അപർണ ഇന്നിവിടെ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പാടുന്നത്. താങ്ക് യു ബിജേട്ടാ. എല്ലാവർക്കും നമസ്കാരം. മുത്തശ്ശനായിട്ട് ഒരുപാട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ അങ്കിൾ. കുട്ടിയാകുമ്പോൾ തൊട്ടേ വീട്ടിൽ വന്ന് ഒരു കുടുംബാംഗം പോലെ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിലായാലും അല്ലാതെ നമ്മൾ പാട്ട് പ്രോഗ്രാംസിൻ്റെ ബന്ധപ്പെട്ട എല്ലാം ബിജുചേട്ടനായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമാണ്. അപ്പോൾ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ അങ്കിളുടെ ഒരു ഓർമ്മയ്ക്ക് ജൂലൈ 7 എന്നുള്ള ഈ ദിവസം നടത്തുന്ന പരിപാടി എല്ലാ വർഷവും വരാറുണ്ട്. ഏറ്റവും മികച്ച രീതിയിലാണ് അത് പ്രോഗ്രാം എപ്പോഴും നടക്കാറുള്ളത് ട്രിവാൻഡ്രത്ത്. പാട്ടുകളുടെ സെലക്ഷൻ കൊണ്ടായാലും ഏറ്റവും മികച്ചൊരു ഏറ്റവും നല്ല രീതിയിലാണ് അതെപ്പോഴും സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ മനസ്സ് നിറഞ്ഞാണ് വരുന്നതും തിരിച്ചു പോകുന്നതും. അപ്പോൾ ഇപ്രാവശ്യം കോഴിക്കോടാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പാട്ട് ഇഷ്ടപ്പെടുന്ന സംഗീത ആസ്വാദകർ ഒരുപാടുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷവും. താങ്ക് യു ബിജു ചേട്ടാ. പെരുമ്പുഴ ഗോപാലകൃഷ്ണങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ അങ്കിളും PK ഗോപി അങ്കിളും സദസ്സിലുള്ളതും വലിയൊരു സന്തോഷവും ആദരവുമാണ് എനിക്ക്.
സന്തോഷം അപർണ, താങ്ക് യു. അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അടുത്ത പാട്ടും അപർണ തന്നെ പാടുകയാണ്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇന്ന് ട്രെയിനിൽ വരുന്ന സമയത്താണ് അപർണ ഇത് പഠിച്ചത്. സന്തോഷം.